ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് യുവർസ്കയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ടീറാക്കിനോട് ജോയി നിൻ്റെ റിലേഷൻഷിപ്പ് ഫേക്ക് ആണോ അതോ റിയൽ ആണോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ട് ടീറാക്കും അതുപോലെ ലീയും ഷോക്കായി പോകുന്നതും പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുന്നത് വരെയാണ്. അടുത്ത സീനിൽ ടീറാക്കിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ആ ബേബ് പറഞ്ഞു കൊടുത്ത ലിസ്റ്റ് തന്നെ വായിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് ഫായുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഫായെ നോക്കിയാണ്. അപ്പോൾ അവനെ ഫാ തിരിച്ച് നോക്കുന്നത് കണ്ടിട്ട് ടീറാക്ക് പറയുന്നു, ഒന്നുമില്ല, നീ നിൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്ന. അപ്പോൾ ഫാ പറയുന്നു, ഞാൻ എൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുന്നു. അപ്പോൾ ടീറാക്ക് പറയുന്നു, അത് പിന്നെ നമുക്ക് ഈ ലിസ്റ്റിലുള്ള ബാക്കി പോയിന്റ് കൂടി ചെയ്താലോ, എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി ഫിസിക്കലി ക്ലോസ് ആകുന്നതിനെ പറ്റി പഠിക്കാനുണ്ടെന്ന്. അപ്പോൾ ഫാ ചോദിക്കുന്നു, ഫിസിക്കലിയോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അതേ ജോയിൻ ടൈപ്പ് എന്നോട് ഇന്ന് അതിനെപ്പറ്റി ചോദിച്ചായിരുന്നു. അതായത് നമ്മൾ ഹാൻഡ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ കിസ് ചെയ്യുന്നുണ്ടോ, ഹഗ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ ഞാനാണെങ്കിൽ അറിയാതെ നോ എന്നും പറഞ്ഞു പോയി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവർക്ക് എന്തായാലും എന്തൊക്കെയോ ഡൗട്ട് ഉണ്ടായെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തായാലും നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇത് കേട്ട് ഫായ സമ്മതിക്കുന്നുണ്ട്, ആ ഓക്കേന്ന്. അതിനുശേഷം രണ്ടുപേരും കൂടെ ഹാൻഡ്സ് ഹോൾഡ് ചെയ്യാനായിട്ട് പഠിക്കുകയാണ്. ഈ സമയം അവിടേക്ക് റിയോയും ഹിയയും വരികയാണ്. അപ്പോൾ ഇവരെ കണ്ടിട്ട് റിയോ ചോദിക്കുന്നു, അല്ല രണ്ടുപേരും എന്ത് ചെയ്യുകയാണ്, ആം റെസ്ലിംഗ് ആണോ ചെയ്യുന്നതെന്ന്. അപ്പോൾ ടീറാക്ക് ഇവൻ പറയുന്നത് കേട്ട് പറയാണ്, അയ്യോ അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ രണ്ടുപേരും ഹാൻഡ്സ് ഹോൾഡ് ചെയ്യുകയാണെന്ന്. ടീറാക്ക് പറഞ്ഞത് കേട്ട് ചിരിച്ചിട്ട് റിയോ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഇതിനെയാണോ കൈ കോർക്കുന്നു എന്ന് പറയുന്നതെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു, ഇതിനെന്താ കുഴപ്പം, ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ എന്ന്. അപ്പോൾ ഹിയ പറയുന്നു, ഇത് ക്യൂട്ടായിട്ടില്ല എന്നല്ല പറയുന്നത്, എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി അഡോറബിൾ ഇതാണെന്നും പറഞ്ഞ് പെട്ടെന്ന് റിയോയുടെ കൈ കോർക്കുകയാണ് അവൻ. അപ്പോൾ റിയോ ഇത് കണ്ടിട്ട് അവൻ്റെ കൈ പെട്ടെന്ന് മാറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, ഡേ നീ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഹിയ പറയുന്നു, അത് പിന്നെ എങ്ങനെ കപ്പിൾസ് ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നതെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാനാണ് നിൻ്റെ കൈ കോർത്തതെന്ന്. അങ്ങനെ ഹിയ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ടീറാക്കാണെങ്കിൽ ഹിയോട് താങ്ക്സ് പറഞ്ഞിട്ട് ഫായുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഹിയ വീണ്ടും റിയോയുടെ കൈ ഹോൾഡ് ചെയ്യാണ്. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് കൈ മാറ്റിയിട്ട് പറയണു, ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന്. ഇവർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഫായും ടീറാക്കും ചിരിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയം ഫാ ടീറാക്കിനോട് ചോദിക്കുന്നു, ലേറ്റ് ആയില്ലേ, ഞാൻ നിന്നെ കൊണ്ടാക്കട്ടെ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, നിനക്ക് ഓക്കെ ആണെങ്കിൽ ശരിയെന്ന്. അങ്ങനെ ഫായാണെങ്കിൽ അവനോട് ഓക്കെ പറഞ്ഞിട്ട് മുമ്പോട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ടീറാക്കാണെങ്കിൽ തിരികെയാണ്. അങ്ങനെ രണ്ടുപേരും ഒരു സെക്കൻഡ് ഫേസ് ടു ഫേസ് നോക്കുന്നുണ്ട്. അതിനുശേഷം ടീറാക്ക് ഫായോട് താങ്ക്സ് പറഞ്ഞിട്ട് ചോദിക്കുന്നു, ഇനി നമ്മൾ കുറച്ചുകൂടി ഫിസിക്കലി കംഫർട്ടബിൾ ആകുമായിരിക്കുമല്ലേ എന്ന്. അപ്പോൾ ഫായാണെങ്കിൽ അവനോട് പറയുന്നു, അതേ നോട്ടി ബേബി എന്ന്. ഇത് കേൾക്കുന്ന ടീറാക്കാണെങ്കിൽ നല്ല ഷൈ ആകുന്നുണ്ട്. പിറ്റേന്ന് ടീറാക്കും ഫായും എല്ലാവരും കാണിക്കാനായിട്ട് എന്നെ കൈ കോർത്ത് വരികയാണ്. അവർ കരുതുന്നത് അത് നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നാണ്. പക്ഷേ രണ്ടുപേരും കോമഡി ആയിട്ടാണ് നടക്കുന്നത്. ഇവരെ കണ്ടിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പം മനഃപൂർവ്വം ജയ്യെ കാണിക്കുന്നതിനായിട്ട് തന്നെ ടീറാക്കാണെങ്കിൽ ജയ്ക്ക് ഹായ് കാണിക്കുകയാണ്. ജയ് ആണെങ്കിൽ അന്തം വിട്ടാണ് അവരെ നോക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അവർ രണ്ടുപേരും ടീറാക്കിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവരെ കണ്ടുടനെ ലീ പറയുന്നത്, ഡേ നിങ്ങൾ അങ്ങോട്ട് നോക്കി, അവർ കൈകോർത്ത് വരുന്നത് കാണാൻ എന്ത് ക്യൂട്ടാണെന്ന്. അപ്പോൾ ജോയി ആണെങ്കിൽ ഇവരെ എപ്പോൾ കണ്ടാലും അവർ നല്ല ക്യൂട്ട് കപ്പിളാണെന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടും പറയണു, ഓ നീ പറയുന്നത് ശരിയാ, അവർ നടന്നു വരുന്നത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന്. അങ്ങനെ അവിടെ നിൽക്കുന്ന ടീറാക്കിനെ നോക്കിയിട്ട് ലീ കണ്ണ് കാണിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇത് കാണുന്ന ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് ഫായുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു, അവരെ കാണിക്കാനായിട്ട് നീ എൻ്റെ തലമുടിയിൽ തടവാൻ. അങ്ങനെ ഫായാണെങ്കിൽ അവൻ്റെ തലമുടിയിൽ തടവാനായിട്ട് പോയിട്ട് തല ചീക്കി കൊടുക്കുന്നത് കണക്കാണ് കാണിക്കുന്നത്. ഇത് കാണുന്ന ലീക്കാണെങ്കിൽ നല്ല രീതിയിൽ ചിരി വരുന്നുണ്ട്. ഫാ പോയതിനു ശേഷം ടീറാക്കാണെങ്കിൽ അവിടെ വന്നിരിക്കുമ്പോൾ ജോയിൻ ടൈപ്പും പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൈ കോർത്ത് വന്നത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ലീ ആണെങ്കിൽ അയ്യോ ഇവരെന്താ ഇങ്ങനെ, ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കുന്നതെന്നുള്ള രീതിയിലാണ് അവിടെ ഇരിക്കുന്നത്. അടുത്ത സീനിൽ ഫായോട് റിയോ ചോദിക്കുന്നു, ഡാ നിൻ്റെ ചെവി എന്താ നല്ല റെഡായിരിക്കുന്നതെന്ന്. അപ്പോൾ ഫാ ചോദിക്കുന്നു, എന്താ എൻ്റെ ചെവി റെഡായിരിക്കുന്നു എന്ന്. അപ്പോൾ റിയോ പറയുന്നു, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത് AC കൊണ്ടുണ്ടായതാകാമെന്ന്. അപ്പോൾ ഹിയ പറയുന്നു, എനിക്കങ്ങനെ തോന്നുന്നില്ല, അതിൻ്റെ കാരണം ടീറാക്കല്ലേ, രാവിലെ കണ്ടായിരുന്നു രണ്ടുപേരും കൈ കോർത്ത് നല്ല ക്യൂട്ടായിട്ട് വരുന്നതെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ഡോമും ബേബും വരെയാണ്. അപ്പോൾ ബേബിനെ കണ്ടുടനെ ഹിയ പറയണ്, ബേബ് നീ ഇത് കണ്ട ഈ ഫാ എന്നെ പേടിപ്പെടുത്തുന്നു, നീ എന്തെങ്കിലും ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തും അവൻ്റെ കയ്യിൽ നിന്നെന്ന്. അങ്ങനെ ഹിയ പറയുന്നത് ബേബിൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ഡോമാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട്, ഡേ എന്തിനാ നീ അവളെ ടച്ച് ചെയ്ത് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഹിയ ചോദിക്കുന്നു, അതിനിപ്പോൾ ടച്ച് ചെയ്താൽ എന്താ, അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടേക്ക് ടീച്ചർ വന്നിട്ട് അവർക്കൊരു പ്രോജക്റ്റ് കൊടുക്കുകയാണ്. ആ പ്രോജക്റ്റ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു മ്യൂസിക് വീഡിയോ തയ്യാറാക്കണം. എന്നിട്ട് ടീച്ചർ പറയണ, നിങ്ങളെല്ലാവരും
ഓരോരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഐഡിയാസൊക്കെ എന്താണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അത് ഇവിടെ വന്ന് പറയണമെന്ന്. അങ്ങനെ ടീച്ചർ പറഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ 5 പേരും ഒരു ഗ്രൂപ്പ് ആവുകയാണ്. അപ്പോൾ ഡോം ചോദിക്കുന്നു, നമുക്കൊരു ലവ് സോങ് ചെയ്താലോ? എൻ്റെ ഐഡിയയിലുള്ള ഒരു സോങ് ഇതാണെന്ന് പറഞ്ഞ് ഒരു പാട്ട് കേൾപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ അവർക്കെല്ലാവർക്കും ആ പാട്ട് നല്ലപോലെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ റിയോ പറയുന്നു, ആ നല്ല പാട്ട് ഇത് എന്തായാലും നിങ്ങൾ 2 പേരും അല്ലേ ഇപ്പോൾ ഇതിൽ ഡേറ്റ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ 2 പേരും തന്നെ ഇതിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ അവർ 2 പേരും പറയുന്നു, അതൊന്നും പറ്റില്ല, എനിക്ക് ആക്ടിങ് ഒന്നും ശരിയാകത്തില്ലെന്ന്. അങ്ങനെ ഇവർ സമ്മതിക്കാത്തത് കണ്ടിട്ട് റിയോ ഫായോട് ചോദിക്കുന്നു, നീ ആക്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഫാ ചോദിക്കുന്നു, അല്ല ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ റിയോ പറയുന്നു, നിന്നോട് ആക്ട് ചെയ്യാൻ പറഞ്ഞത് ഇത് ലവ് സോങ് ആണ്, അപ്പം ഞാൻ ഹിയോയും ചെയ്താൽ ശരിയാവത്തില്ലെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ഹിയോ ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂടെ ലവ് സോങ് ചെയ്താൽ നിനക്ക് എന്താ, നീ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയൊന്നും ഞാനില്ലേ എന്ന്. അപ്പോൾ റിയോ പറയുന്നു, ഒരു പക്ഷേ നിനക്ക് എന്നോട് അഭിനയിക്കാനായിട്ട് ഓക്കെ ആയിരിക്കാം, പക്ഷേ എനിക്ക് ഓക്കെ അല്ലെന്ന്. അപ്പോൾ ഇവരാണെങ്കിൽ ഇങ്ങനെ സീരിയസ് ആകാതെ കോമഡി ആയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് അവർ പറയണേ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാൻ നോക്ക്, ടീച്ചർ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഫായോട് വീണ്ടും റിയോ ചോദിക്കുകയാണ്, നീ ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ ഫായാണെങ്കിൽ അവസാനം പറയുന്നു, ഓക്കെ എന്ന്. ഫാ ഓക്കെ പറഞ്ഞതിനോട് ബേബിന് താല്പര്യമില്ല, കാരണം ഫാ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കപ്പിളായിട്ട് അഭിനയിക്കാൻ പോകുന്നത് ടീറാക്കാണെന്ന് അറിയാലോ. അപ്പോൾ ഇത് കേട്ട് അവൾ പറയുന്നു, ഞാനത് സമ്മതിക്കില്ലെന്ന്. ഇത് കേൾക്കുന്ന റിയോ ചോദിക്കുന്നുണ്ട്, ബേബ് അവരഭിനയിച്ചാൽ നല്ല ക്യൂട്ടായിരിക്കില്ലേ, പിന്നെ എന്താ എന്ന്. അപ്പോൾ ഫായെ കളിയാക്കുന്ന രീതിയിൽ ഹിയ പറയാണ്, ഇന്നലെ കൂടി കണ്ടതേ ഉള്ളൂ 2 പേര് അടി കൂടുന്നത് പോലെ കൈയും കോർത്ത് പോകുന്നേന്ന്. ഇത് കേൾക്കുന്ന ബേബ് ചോദിക്കുന്നു, 2 പേര് കൈ കോർത്ത് പോയോ എന്ന്. അപ്പോൾ ഹിയ പറയുന്നു, അതേന്ന്. ഇത് കേട്ടിട്ട് ദേഷ്യം വരുന്ന ബേബാണെങ്കിൽ ഫായെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, നീ എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ പിടിച്ചോ എന്ന്. ഇവളിങ്ങനെ ദേഷ്യത്തിലിരിക്കുന്നത് കണ്ടിട്ട് ഡോം പറയാണ്, ബേബ് നിനക്ക് നിൻ്റെ ബ്രദറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ പിന്നെ ചെയ്യാം, ആദ്യം വർക്കിനെ പറ്റി ഫോക്കസ് ചെയ്യാൻ നോക്ക്, ആകെ ഇനി 20 മിനിറ്റാണുള്ളത്, ടീച്ചർ ഇപ്പോൾ വിളിക്കുമ്പോൾ എന്തെങ്കിലും അവിടെ പോയി പറയണ്ടേന്ന്. അപ്പോൾ ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ടീച്ചർ പറയാണ്, പെട്ടെന്ന് തന്നെ എല്ലാവരും ഇവിടെ എന്താണോ വന്ന് പറയാനുള്ളത് അത് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ റിയോ ചോദിക്കുന്നുണ്ട് ഫായോട്, നീ ഓക്കെ അല്ലേ ടീറാക്കിനോട് ആക്ട് ചെയ്യാനായിട്ടെന്ന്. അപ്പോൾ ഫാ പറയുന്നു, എനിക്ക് ഓക്കെ ആണെന്ന്. അങ്ങനെ അവൻ ബേബിനോട് ചോദിക്കുന്നുണ്ട്, ബേബ് നിനക്ക് ഓക്കെ ആണോ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ മനസ്സോടെ പറയുന്നു, ഓക്കെ എന്ന്. അങ്ങനെ ബേബി ഇങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ പറയുന്നത് കേട്ടിട്ട് ഫാക്കാണെങ്കിൽ ഒരുമാതിരി തോന്നുന്നുണ്ട്. പിന്നെ ടീറാക്കിനോടും അവൻ്റെ ഫ്രണ്ട്സിനോടും അവർ പോയി ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അങ്ങനെ അവർ ആക്ട് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നതിന് ടീറാക്ക് പറയുന്നു, ഓക്കെ ആണ്, പക്ഷേ എന്നെ കൊണ്ടത് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലെന്ന്. അപ്പോൾ അവരത് കേട്ടിട്ട് പറയുന്നു, അതൊന്നും സാരമില്ല, അതിനെ നിന്നെ ബേബ് എന്തായാലും സഹായിക്കുമെന്ന്. അപ്പോൾ ഫാ പറയുന്നു, നിനക്കിതിന് താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, എനിക്കങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല, ഞാൻ എന്തായാലും ആക്ട് ചെയ്യുമെന്ന്. ഇവർ സംസാരിച്ചതിന് ശേഷം ജോയിയോടും ടൈപ്പിനോടും അവർ പറയുകയാണ്, നിങ്ങളും ഇതിൽ ആക്ട് ചെയ്യാൻ. അങ്ങനെ അവർ 2 പേരും ആക്ട് ചെയ്യാൻ സമ്മതിക്കുകയാണ്. അപ്പോൾ ലീ ചോദിക്കുന്നു, ഞാനും ഇതിൽ ആക്ട് ചെയ്യണോ എന്ന്. അപ്പോൾ റിയോ പറയുന്നു, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആക്ട് ചെയ്യാന്ന്. അപ്പോൾ ലീ പറയുന്നു, എന്നാൽ ഞാനും നിങ്ങളെ കൂടെ വരാന്ന്. അതിനുശേഷം ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യണ്. ആദ്യം ബേബ് പറയുന്നു, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാൻ, ഈ ആക്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് എഴുതാന്ന്. ഇത് കേൾക്കുന്ന റിയോ പറയുന്നു, അത് വേണ്ട, നീ എഴുതിയ എന്തായാലും അതിലൊരു റൊമാൻറ്റിക് സീൻ പോലും കാണില്ല എന്ന്. ഇത് കേൾക്കുന്ന ഡോം പറയുന്നു, എന്നാൽ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാന്ന്. അപ്പോൾ ഹിയോ പറയുന്നു, അത് വേണ്ട, നിനക്ക് വേറൊരു ജോലിയുണ്ട്, നീയാണ് ഇതിലെ ക്യാമറമാൻ, പിന്നെ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എഴുതിക്കോളാം, പിന്നെ ബേബ് നീ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് ടീറാക്കിന് പറഞ്ഞു കൊടുക്കണമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ്. ഇവൻ പോയതിന് ശേഷം എല്ലാവർക്കും അത് ഓക്കെ ആയതുകൊണ്ട് അവരും അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ബേബാണെങ്കിൽ ടീറാക്കിനെ പോകാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ടീറാക്ക് പറയുന്നുണ്ട്, എനിക്ക് ഫായോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ പൊയ്ക്കോ എന്ന്. അങ്ങനെ ബേബാണെങ്കിൽ അവൻ പറഞ്ഞത് കേട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവർ പോയതിന് ശേഷം ഫായും ടീറാക്കും കൂടെ കഴിക്കാനായിട്ട് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയം ഫായ് അവനോട് ചോദിക്കുന്നുണ്ട്, ടീറാക്ക് നിനക്ക് ആക്ട് ചെയ്യാൻ ഇഷ്ടമായിട്ട് തന്നെയാണോ നീ നിൽക്കുന്നത്, നിനക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ നീ ഇത് ചെയ്യണമെന്നില്ലെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ആക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും തിരിച്ച് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ഫാ നിനക്കിതിൽ അഭിനയിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഇത് എനിക്ക് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണല്ലോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, എന്തായാലും നമുക്ക് തീരുമാനിച്ചതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നാലേ അവരുടെ മുമ്പിൽ ആക്ട്
ചെയ്യുമ്പോൾ നമ്മൾ ഫേക്ക് കപ്പിളാണെന്നുള്ള കാര്യം അവരെ അറിയാതിരിക്കൂ എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ഫായും പറയുന്നു ആ ശരി എന്ന്. പിന്നെ രാത്രി ലിയോട് സംസാരിക്കുന്ന സമയം ടീറാക്ക് പറയണ് ഇന്ന് തലമുടിയിൽ തടവാൻ പറഞ്ഞപ്പോൾ ഫാക്ക് എന്തോ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. എന്താണ് ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്താലും അങ്ങോട്ട് ശരിയാകാത്തതെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ലീ പറയുന്നു നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്താൽ മതി എല്ലാം ശരിയാകുമെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു ട്രൈ ചെയ്തൊക്കെ നോക്കി പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കാകുന്നില്ലെന്ന്. അങ്ങനെ ടീറാക്കിനോട് ലീ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഈ ട്രൈ ചെയ്തത് അത് എവിടെ വെച്ചാണെന്ന്. അപ്പോൾ അവൻ പറയുന്നു അത് പിന്നെ ആ ബാറിൽ വെച്ചാണെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ലീ പറയുന്നു നാളെ ഫാ വീട്ടിലൊറ്റയ്ക്ക് കാണും, അപ്പം നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന. അപ്പോൾ ടീറാക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു അല്ല എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അപ്പോഴത്തേക്കും ലീ പറയുന്നു അത് പിന്നെ കപ്പിൾസൊക്കെ ചെയ്യുന്നത് പോലെ ആദ്യം നിങ്ങൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നോക്കൂ, അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ കംഫർട്ടബിൾ ആകും, എന്താ അത് ഓക്കെ ആണോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു അത് ഓക്കെ ആണ്, എന്തായാലും താങ്ക്സ്, ഞാൻ ഇതിപ്പോൾ തന്നെ ഫായോട് പോയി പറയട്ടെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യണേ. അങ്ങനെ കോള് കട്ട് ചെയ്തുകൊണ്ട് ടീറാക്ക് ഫാക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു ഫാ നാളെ നീ ഫ്രീ ആണോ, എന്നാൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന്. അപ്പോൾ ഫാ പറയുന്നു ഓക്കെ ഞാൻ നിന്നെ വന്ന് പിക്കപ്പ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ ഫാ ചിരിക്കുന്നത് കണ്ടിട്ട് ലീ ആണെങ്കിൽ ഫായെ നോക്കി ചിരിക്കുകയാണ്. ലീ ചിരിക്കുന്നത് കണ്ടെന്ന് മനസ്സിലാക്കിയ ഫായാണെങ്കിൽ പെട്ടെന്ന് ചിരി അടക്കി പിടിച്ച് അകത്തേക്ക് പോവുകയാണ്. ഇത് കണ്ടിട്ട് ലീക്ക് കൂടുതൽ ചിരിയാണ് വരുന്നത്. അടുത്ത ദിവസം ഫാ പറഞ്ഞതുപോലെ ടീറാക്കിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഫായുടെ വീട്ടിലെ സ്വിമ്മിംഗ് പൂള് കണ്ടിട്ട് ടീ ചോദിക്കുന്നു ഫാ ഇത്രയും വലിയ സ്വിമ്മിംഗ് പൂള് നിന്റെ വീട്ടിലുണ്ടോ എന്ന്. ഇത് കേട്ടിട്ട് അവൻ പറയുന്നു അതേന്ന്, ഞാൻ എൻ്റെ അച്ഛനോടൊരു പൂള് കെട്ടിത്തരാൻ പറഞ്ഞായിരുന്നു, അങ്ങനെ എൻ്റെ വാക്ക് കേട്ടിട്ട് അച്ഛനൊരു പൂള് കെട്ടിത്തരുകയും ചെയ്തു, പക്ഷേ അത് കുഞ്ഞു പൂളായതുകൊണ്ട് എനിക്കിപ്പോൾ സ്വിം ചെയ്യാൻ പറ്റില്ലെന്ന്. ഇത് കേൾക്കുന്ന ഫാ പറയുന്നു എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ പൂളിൽ സ്വിം ചെയ്യുക. ഇത് കേൾക്കുന്ന ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് നല്ല ആശ്ചര്യത്തോടെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നു ഞാനിതിൽ സ്വിം ചെയ്യട്ടെ എന്ന്. എന്നിട്ട് ടീറാക്ക് പെട്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ വേണ്ട ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന്. ഇത് കേട്ടിട്ട് ഫാ പറയുന്നു അതിനിപ്പോൾ എന്താ, ഞാൻ നിനക്ക് എൻ്റെ ഡ്രസ്സ് തരാമെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു അതൊന്നും വേണ്ട, നമുക്കിപ്പോൾ വന്ന ജോലി ചെയ്യാൻ നോക്കാമെന്ന്. അങ്ങനെ ഇത്രയും പറഞ്ഞതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് അവൻ മനസ്സോടെ അകത്തേക്ക് കയറി പോവുകയാണ്. അകത്ത് ചെന്ന് കഴിഞ്ഞ് ടീറാക്ക് അവിടെ ഇരുന്നിട്ട് ഫായോട് അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കാൻ പറയുകയാണ്. പക്ഷേ ഫായാണെങ്കിൽ അവൻ്റെ അടുത്തിരിക്കാതെ കുറച്ച് മാറിപ്പോയി ഇരിക്കുകയാണ്. ഇവരിങ്ങനെ ഇവിടെ ഇരിക്കുന്ന സമയം അവിടേക്കൊരു ആൻറ്റി വരികയാണ്. അവിടുത്തെ സെർവൻ്റാണ് ആ ആൻറ്റി അവർക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടുവരികയാണ്. ഇത് കണ്ടിട്ട് ടീറാക്കാണെങ്കിൽ ആ ആൻറ്റിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ പറയുന്നുണ്ട് വേണ്ട മാസ്റ്റർ ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്ന്. അപ്പോൾ ഫായാണെങ്കിൽ ആ ആൻറ്റിയെ ടീറാക്കിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ആൻറ്റിയുടെ പേര് നിയോൾ എന്നാണ്, ഇവിടുത്തെ സെർവൻ്റാണ് ഈ ആൻറ്റി എന്ന്. അങ്ങനെ നിയോൾ ആൻറ്റി ആണെങ്കിൽ ടീറാക്കിനോട് ഗുഡ് മോർണിംഗ് മാസ്റ്റർ എന്ന് പറയുകയാണ്. അപ്പോൾ ടീറാക്ക് പറയുന്നു എൻ്റെ പേര് ടീറാക്ക് എന്നാണ്, അതുകൊണ്ട് ആൻറ്റി എന്നെ ടീറാക്ക് എന്ന് വിളിച്ചാൽ മതി, അല്ലാതെ മാസ്റ്റർ എന്നൊന്നും വിളിക്കണ്ടെന്ന്. അപ്പോൾ ആൻറ്റി പറയുന്നു അങ്ങനെയല്ല, മാസ്റ്ററിൻ്റെ ഫ്രണ്ട്സിനെയും ഞാൻ മാസ്റ്റർ എന്നേ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി അവിടെ നിന്ന് പോവുകയാണ്. ആൻറ്റി പോയതിന് ശേഷം ടീറാക്ക് ഫായുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് ഫായ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്. അങ്ങനെ ടീറാക്ക് അടുത്തേക്ക് വന്നിരിക്കുന്നത് കണ്ട ഫായാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ടീറാക്കിനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നുമില്ല, എന്നാലും അവനാണെങ്കിൽ വീണ്ടും തുള്ളിച്ചാടി അവൻ്റെ അടുത്തേക്ക് പോയിരുന്നിട്ട് പറയുന്നു ഫാ ഞാൻ ആ ആർട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നിനക്കത് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ആ ബുക്ക് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫായാണെങ്കിൽ ഇതാണ് പറ്റിയ തക്കം എന്നുള്ള നിലയിൽ അവിടെ നിന്ന് എണീറ്റ് മാറാനായിട്ട് നോക്കുന്നു. ഇത് കാണുന്ന ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫായുടെ കയ്യിൽ പിടിച്ചിട്ട് അവൻ അവിടെ ഇരുത്തിയിട്ട് ചോദിക്കുന്നു ഫാ നിനക്ക് നല്ല അൺകംഫർട്ടബിളായിട്ട് ഫീൽ ആകുന്നുണ്ടല്ലേ, ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതൊന്നും അല്ല, നമ്മൾ ഒരുമിച്ചുള്ള സമയത്തല്ലേ ഫിസിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമോ, അതുകൊണ്ട് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ഫാക്കാണെങ്കിൽ ഒരുമാതിരി തോന്നിയിട്ട് അവൻ പറയുന്നു അങ്ങനെയൊന്നുമില്ല, എനിക്ക് അൺകംഫർട്ടബിളായിട്ടൊന്നും ഫീൽ ആകുന്നില്ല, എനിക്ക് കംഫർട്ടബിൾ തന്നെയാണ്, നിനക്ക് എന്നെ എന്തായാലും ടച്ച് ചെയ്യാമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഫാ തന്നെ ടീറാക്കിൻ്റെ കയ്യിൽ പിടിക്കുന്നുമുണ്ട്. ഇത് കാണുന്ന ടീറാക്കിനാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഡ്രോയിങ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം പേന താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട ടീറാക്കാണെങ്കിൽ താഴെ നിന്ന് പേന എടുക്കാനായിട്ട് നോക്കുന്ന സമയം ടീറാക്കിൻ്റെ കയ്യിലേക്ക് ഫാ പിടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും നല്ല ക്ലോസ് ആയി നിന്ന് കണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് നിയോൾ ആൻറ്റി വന്നിട്ട് മാസ്റ്റർ എന്ന് വിളിക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് നിയോൾ ആൻറ്റി വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഫായാണെങ്കിൽ പേടിച്ചു പോകുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടിയ ഫായാണെങ്കിൽ പറയണ് അയ്യോ ഒന്നുമില്ല, അത് പിന്നെ പേന തറയെ വീണായിരുന്നു, അത് എടുക്കാനായിട്ട് നോക്കിയതാണെന്ന് പറഞ്ഞ് പേന കാണിക്കുന്നുമുണ്ട്. എന്നിട്ടോ ചോദിക്കുകയാണ് അല്ല ആൻറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അപ്പം നിയോൾ ആൻറ്റി പറയുന്നു അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് വിളിച്ചെന്നേ ഉള്ളെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ആൻറ്റി ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. നിയോൾ ആൻറ്റി പോയതിന് ശേഷം രണ്ടുപേരും ഷൈ ആകുന്നുണ്ട്, കാരണം നിയോൾ ആൻറ്റി അത് കണ്ടല്ലോ, അതുകൊണ്ടാണ്.
പിന്നെ ഫായാണെങ്കിൽ ടീറാക്കിന് ഫുഡ് തയ്യാറാക്കി കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ടീറാക്ക് പറയുന്നു ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഫാ ചോദിക്കുന്നു അല്ല നിനക്ക് കുക്കിംഗ് ഒക്കെ അറിയാമോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു അത് പിന്നെ ഞാൻ വീട്ടിലെ അമ്മയെ ചെറുതായിട്ടൊക്കെ സഹായിക്കാറുണ്ടെന്ന്. അങ്ങനെ ഇവൻ പറഞ്ഞത് കേട്ടിട്ട് ഫായാണെങ്കിൽ അവന് ക്യാബേജ് കട്ട് ചെയ്യാനായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ടീറാക്കിന് യഥാർത്ഥത്തിൽ കുക്കിംഗ് ഒന്നും അറിയത്തില്ലെന്നാണ് തോന്നുന്നത്. അവനാണെങ്കിൽ ആ ക്യാബേജിനെ കുത്തി കൊല്ലാൻ പോകുന്ന രീതിയിലാണ് കത്തി പിടിച്ചേക്കുന്നത്. ഇത് കാണുന്ന ഫാ പറയുന്നുണ്ട് അയ്യോ നീ എന്താ ചെയ്യുന്നത്, ഇങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ഫാ ടീറാക്കിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ടീറാക്കിൻ്റെ കൈ പിടിക്കുകയാണ്. അപ്പോൾ ടീറാക്ക് പറയാണ് ഫാ നീ എനിക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാൻ പഠിപ്പിച്ചു തരാൻ. ഇത് കേൾക്കുന്ന ഫായും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ തോളിൽ ചാഞ്ഞ് നിന്നിട്ട് അവനത് പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് നേരം വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം ടീറാക്ക് പറയാണ് ഫാ നീ ഇത് നല്ലതുപോലെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു അത് പിന്നെ കുക്ക് ചെയ്യാൻ എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു അയ്യോ ഞാൻ കുക്കിങ്ങിനെ പറ്റിയല്ല പറഞ്ഞത്, നീ നല്ലതുപോലെ നിൻ്റെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന്. അത് കേട്ട ഫാ പറയുന്നു അത് പിന്നെ എൻ്റെ ടീച്ചർ നീയല്ലേ അതുകൊണ്ടാണെന്ന്. അപ്പോൾ ടീറാക്കിനാണെങ്കിൽ ഫാ പറയുന്നതൊക്കെ കേട്ടിട്ട് നാണം വരുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവർ കഴിക്കാനിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ടീറാക്കാണെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും നല്ലതുപോലെ ഫുഡെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഫാ പറയുകയാണ് ടീറാക്ക് നീയല്ലേ പറഞ്ഞത് നീ ഫസ്റ്റ് ടൈമാണ് കുക്ക് ചെയ്യുന്നതെന്ന്, എന്നിട്ട് ഇത്രയും നല്ലതുപോലെ ഫുഡൊക്കെ തയ്യാറാക്കിയില്ലേ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് ചെയ്യാനൊന്നും അറിയത്തില്ല, ഞാൻ അമ്മയെ സഹായിക്കുന്നു എന്ന് പറഞ്ഞത് വെജിറ്റബിൾസ് മാത്രം കഴുകി കൊടുക്കുന്നതിനെ പറ്റിയാണെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ ഫാക്ക് ചിരി വരുന്നുണ്ട്. കാരണം അവൻ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവൻ നല്ലതുപോലെ കുക്ക് ചെയ്യാന്നുള്ള രീതിയിലല്ലേ. അങ്ങനെ അതിനുശേഷം ടീറാക്കാണെങ്കിൽ ഫായുടെയും അതുപോലെ ആ ഫുഡിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടുന്നുണ്ട്. അങ്ങനെ ആ സ്റ്റോറി കണ്ടിട്ട് ഫായും തിരിച്ച് ടീറാക്കിൻ്റെയും അതുപോലെ ആ ഫുഡിൻ്റെയും കൂടെ ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടുകയാണ്. അതിനുശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ കൊടുത്ത് നല്ല എൻജോയ് ചെയ്താണ് അവിടെ ഇരിക്കുന്നത്. ഈ സമയം ടീറാക്കിൻ്റെ സ്റ്റോറി ഉണ്ട് ഓയാണെങ്കിൽ ദേഷ്യത്തിൽ നില വിളിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് അമ്മ ചോദിക്കുന്നു നീ ഇപ്പോൾ എന്തിനാ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഓ പറയുന്നു അമ്മ ആ ഫാ അവന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ഞാൻ എന്തായാലും അവൻ എന്നെ അടിച്ച വീഡിയോ ലീക്കാക്കാൻ പോവുകയാണെന്ന്. ഇത് കേൾക്കുന്ന അമ്മ ചോദിക്കുന്നു ഡേ നീ ഒരു സമയവും ചുമ്മാതിരിക്കില്ലേ, ഇങ്ങനെ ചെയ്താൽ നിനക്ക് തന്നെ അത് പ്രശ്നമായി തീരുമെന്ന്. അമ്മ പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന് അവൻ പറയണ് അമ്മ എത്ര തവണ ഇതുപോലെ എന്നെ സഹായിക്കാതെ ഓരോ ന്യായങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ചോദിച്ചിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകാനായിട്ട് നടക്കുകയാണ്. ഇത് കാണുന്ന അമ്മ അവനെ വിളിക്കുന്നുണ്ട് ഓ നീ ഇവിടെ വന്നിരിക്കുന്നു. ഓയ്ക്ക് അമ്മയെ നല്ല പേടിയാണെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ അമ്മ പറഞ്ഞ ഉടനെ തന്നെ അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഓ അവിടെ വന്നിരുന്നതിന് ശേഷം അമ്മ ചോദിക്കുകയാണ് ഓ നിനക്കിപ്പോൾ എന്ത് വേണം, നിനക്ക് ഫായോട് റിവഞ്ച് ചെയ്യണം അത്രയല്ലേ ഉള്ളു, അത് ഞാൻ നോക്കിക്കോളാം. അപ്പം അമ്മ പെട്ടെന്ന് ഇത്രയും നാൾ സഹായിക്കില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സഹായിക്കുമെന്ന് പറഞ്ഞ് കേട്ട ഇവനാണെങ്കിൽ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ് അല്ല അമ്മ എന്താ ചെയ്യാൻ പോന്നീന്ന്. അപ്പം അമ്മ ചോദിക്കുന്നു അല്ല അതെന്തായാലും നിനക്കെന്ത് വേണം, നിനക്ക് അവനോട് റിവഞ്ച് ചെയ്താൽ പോയിന്ന്. അങ്ങനെ ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ടീറാക്കിനെയും ഫായയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഫായാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങി വീഴുമെന്നുള്ള നിലയിലാണ് ഇരിക്കുന്നത്. ഇത് കാണുന്ന ടീറാക്കാണെങ്കിൽ പെട്ടെന്നൊരു തലയണ എടുത്ത് അവനെ വീഴാതെ പിടിക്കുകയാണ്. പിടിച്ചതിന് ശേഷം അവനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം ഫാ എണീറ്റിട്ട് ടീറാക്കിനോട് സോറി പറയാണ്. അപ്പോൾ ടീറാക്ക് പറയുന്നു സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ നീ എൻ്റെ മടിയിൽ ചാഞ്ഞുറങ്ങിക്കോ എന്ന്. ഫായാണെങ്കിൽ ടീറാക്ക് അത് പറയാനായിട്ട് കാത്തു നിന്നതുപോലെ പെട്ടെന്ന് തന്നെ അവൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയാണ്. ഫാ ഉറങ്ങിയതിന് ശേഷം ടീറാക്ക് ഫായുടെ മുകളിൽ ചാഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആദ്യം ഉറക്കം എണീക്കുന്നത് ഫായാണ്. അങ്ങനെ അവൻ എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് ടീറാക്കാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. എന്നാലും അവനാണെങ്കിൽ ടീറാക്കിനെ എണീപ്പിക്കുകയാണ്. അപ്പോൾ ടീറാക്ക് പറയുന്നു അയ്യോ ഞാൻ നല്ല ടയേർഡാണ്, എനിക്കൊരു 5 മിനിറ്റ് സമയം കൂടി താ, എനിക്ക് ഉറങ്ങണമെന്ന്. അപ്പോൾ ഫായാണെങ്കിൽ ടീറാക്കിനെ അവിടെ കിടക്കാൻ സമ്മതിക്കാതെ പെട്ടെന്ന് അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ടീറാക്ക് അവിടെ ചെന്നതിന് ശേഷം ഫായോട് പറയാണ് ഓ നമ്മളിപ്പോൾ നല്ല കപ്പിൾസിനെ പോലെ തന്നെ ആയില്ലേന്ന്. അപ്പോൾ ഫാ പറയുന്നു ആൾമോസ്റ്റ് എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഫായാണെങ്കിൽ പെട്ടെന്ന് ടീറാക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ നല്ല ക്ലോസ് ആയിരിക്കുമ്പോഴത്തേക്ക് ടീറാക്ക് പറയാണ് നീ ചുമ്മാ ജോക്ക് കാണിക്കില്ലേ, നിനക്കറിയത്തില്ലേ എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന്. അപ്പോൾ ഫായാണെങ്കിൽ ടീറാക്ക് പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ്റെ അടുത്തേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോൾ ടീറാക്ക് പറയുന്നത് ഡേ നീ ഇതൊന്നും എൻ്റെ ഒപ്പം അല്ല ചെയ്യേണ്ടത്, നിനക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഫാ പറയുന്നു ഞാനിത് ജോക്കായിട്ട് ചെയ്യുന്നതൊന്നും അല്ലെന്ന്. ഇത് കേട്ട ടീറാക്കാണെങ്കിൽ ഒരു സെക്കൻഡ് എന്തോ ചിന്തിച്ചിട്ട് പെട്ടെന്ന് ഫായുടെ ഷർട്ടിലേക്ക് പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തിയിട്ട് പെട്ടെന്ന് അവനെ കിസ് ചെയ്യുകയാണ്. ഇവിടെ ഇങ്ങനെ ഈ കിസ് നീണ്ടു പോവുകയാണ്. ഈ കിസ് കാണുമ്പോഴത്തേക്കും നമ്മൾ കരുതും ഇത് യഥാർത്ഥത്തിലുള്ള കിസ്സാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇത് ടീറാക്ക് കണ്ട സ്വപ്നം മാത്രമായിരുന്നു. ഫായാണെങ്കിൽ ടീറാക്കിനോട് എണീറ്റ് വരാൻ പറയുന്നത്. ടീറാക്ക് എണീറ്റ് ഫായെ നോക്കുമ്പോൾ അവൻ കണ്ട സ്വപ്നം കാരണം അവന് നാണം വരുന്നു.
അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ പില്ലോ എടുത്ത് അവൻ്റെ മുഖം മറക്കിയിട്. ഇത് കാണുന്ന ഫാക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അങ്ങനെ അവൻ ചോദിക്കുന്നുണ്ട്, ടീറാക്ക് നീ ഓക്കെ ആണോ എന്ന്. അപ്പോൾ ടീറാക്ക് ആണെങ്കിൽ പെട്ടെന്ന് അവിടെ എണീറ്റിരുന്നിട്ട് പറയുന്നു, അതെ ഞാൻ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊരു സ്വപ്നം കണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ സമയം വൈകി, എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് എണീക്കുകയാണ്. അപ്പോൾ ഫാ പെട്ടെന്ന് അവൻ്റെ കൈ പിടിച്ചിട്ട് അവനെ അടുത്തേക്ക് ഇരുത്തിയിട്ട് ചോദിക്കുന്നു, ഞാൻ നിന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, ആ ശരിയെന്ന്. ഇവനാണെങ്കിൽ ആ കണ്ട സ്വപ്നം കാരണം ഫായുടെ അടുത്തേക്ക് ഇരിക്കാനോ അവനെ നോക്കാനോ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റ് ഓടുകയാണ്. പിന്നെ ഫാ ടീറാക്കിനെ വീട്ടിലേക്ക് കൊണ്ടാക്കിയാണ്. ടീറാക്കാണെങ്കിൽ ധൃതി പിടിച്ചിറങ്ങാൻ പോകുന്നത് കണ്ടിട്ട് ഫാ ചോദിക്കുന്നു, അല്ല ടീറാക്ക് നിനക്ക് എന്ത് പറ്റി, പെട്ടെന്ന് ഒരുമാതിരി ബിഹേവ് ചെയ്യുന്നു, അല്ല ഞാൻ എന്തെങ്കിലും നീ അപ്സെറ്റ് ആകുന്ന രീതിയിൽ ചെയ്തോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് കാണുന്ന ഫാക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. രാത്രി ലീ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇവനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പം ലീ ഫായോട് ചോദിക്കുന്നു, നീ ടീറാക്കിനെ വീട്ടിലേക്ക് കൊണ്ടാക്കിയോ എന്ന്. അപ്പോൾ ഫായാണെങ്കിൽ ലീക്ക് ഉത്തരവൊന്നും കൊടുക്കാതിരുന്നിട്ട് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അല്ല ഒരാൾ നമ്മളെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ എന്ന്. അപ്പം ലീ പറയുന്നു, അങ്ങനെ ചോദിച്ചാൽ ഒരുപക്ഷെ ആ ആൾക്ക് നിന്നെ ഇഷ്ടമല്ലായിരിക്കാം, അല്ലെങ്കിൽ നീ ചെയ്ത എന്തോ ഒരു കാര്യം ഇഷ്ടമല്ലാതായി കാണും. അല്ല എന്താ ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്താ ടീറാക്ക് നിന്നെ അവോയ്ഡ് ചെയ്യുകയാണോ എന്ന്. ഫായാണെങ്കിൽ ലീ ചോദിക്കുന്നതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പം ലീ പറയുന്നു, ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഫിസിക്കലി ഉള്ള കാര്യമല്ലേ ട്രൈ ചെയ്യുന്നത്, അപ്പോൾ എന്തെങ്കിലും നടന്നതാകാമെന്ന്. അപ്പോൾ ഫാ പറയുന്നു, ഒരുപക്ഷെ ഞാൻ ചെയ്തത് എന്തെങ്കിലും അവനെ അപ്സെറ്റ് ആക്കുന്ന കാര്യമായിരുന്നോ എന്തോ എനിക്കറിയത്തില്ലെന്ന്. അപ്പോൾ ലീ പറയുന്നു, ചിലപ്പോൾ അവൻ അപ്സെറ്റ് ആയതൊന്നും ആയിരിക്കത്തില്ല, ഇങ്ങനെയോ ആകാൻ സാധ്യതയുണ്ടല്ലോ, നീ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവന് നാണമാകുന്നതും ആകാമെന്ന്. അപ്പോൾ ഫായു അതിനോട് യോജിക്കുന്നുണ്ട്. എന്നിട്ട് ഫായാണെങ്കിൽ നാണിച്ച് ചിരിക്കുകയാണ്. ഇത് കണ്ട ലീ ആണെങ്കിൽ അവനെ കളിയാക്കാൻ കിട്ടിയ അവസരമായതുകൊണ്ട് കളിയാക്കിയാണ്. അപ്പോൾ ഫാ പറയുന്നു, നീ നിന്റെ ജോലി ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ ലീ തിരിഞ്ഞിരുന്നിട്ട് പറയണ്, ഓ അങ്ങനെയാണെങ്കിൽ അവനെ നീ ഷൈ ആക്കിയിരിക്കുകയാണെന്ന്. വീട്ടിൽ വന്നതിന് ശേഷം ടീറാക്കിൻ്റെ ഹാർട്ട് ബീറ്റ് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവ സ്വന്തമായിട്ട് തന്നെ ചോദിക്കുകയാണ്, അല്ല എന്താ എനിക്കിങ്ങനെ ഉണ്ടാകുന്നതെന്ന്. ഇവനിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ബേബ് ചോദിക്കുന്നു, ടീറാക്ക് നിനക്ക് എന്ത് പറ്റി ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ടീറാക്ക് ആദ്യം പറയുന്നു ഒന്നുമില്ലെന്ന്. പിന്നെ അവ സത്യം പറയുന്നു, അത് പിന്നെ എൻ്റെ ഹാർട്ട് ബീറ്റ് നല്ലതുപോലെ കൂടുന്നുണ്ട്, ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം കൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഉണ്ടാകുന്നത്, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി കാണിക്കട്ടെ എന്ന്. അപ്പോൾ ബേബ് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലെന്ന്. എന്നിട്ട് ബേബ് ചോദിക്കുന്നു, അല്ല നിനക്ക് എപ്പോൾ മുതലാണ് ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയതെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ടീറാക്ക് ഫാ ഇവനെ കിസ് ചെയ്യാനായിട്ട് വന്ന ആ സ്വപ്നം ഓർക്കുകയാണ്. അത് ഓർത്തതിന് ശേഷം അവൻ നല്ല രീതിയിൽ നാണിച്ചിരുന്ന് ചിരിക്കുകയാണ്. പെട്ടെന്ന് അവനാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്, കാരണം ഇതൊക്കെ അവിടെ നിന്ന് ബേബ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ചേച്ചിയോട് പറയുമെന്നുള്ളത് കൊണ്ട് അവനാണെങ്കിൽ ഒരു കള്ളം പറയുന്നു, അത് പിന്നെ ഞാൻ ഈവനിങ് ഉറങ്ങിയായിരുന്നു അതുകൊണ്ടായിരിക്കാമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് പോവുകയാണ്. ഇത് കണ്ട ബേബ് പെട്ടെന്ന് അവനെ വിളിച്ചിട്ട് പറയാണ്, ഓർമ്മയുണ്ടല്ലോ നാളെ പ്രാക്ടീസ് ഉണ്ട്, വരാൻ മറക്കല്ലെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, ഓക്കെ ഞാൻ വരാമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. ബേബിനാണെങ്കിൽ ഇവൻ ചെയ്യുന്നതൊന്നും തന്നെ മനസ്സിലാകുന്നുമില്ല. പിറ്റേന്ന് ഫായും അവൻ്റെ ഗ്രൂപ്പും പ്രോജക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാണ്. അവർ ചെയ്യാൻ പോകുന്നത് ഒരു ലവ് സോങ് ആണ്, അതും BL ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവൻ പറയണ്, ലവിന് അങ്ങനെ ജെൻഡർ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തന്നെ ചൂസ് ചെയ്തതെന്ന്. ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് ടീച്ചർക്കാണെങ്കിൽ അത് ഓക്കെ ആകുന്നുണ്ട്. അങ്ങനെ ടീച്ചർ പറയാണ്, ഇതിന് നല്ല പൈസ ചിലവാകുമല്ലോ, നിങ്ങളെല്ലാവരോടും ചോദിച്ചിട്ട് തന്നെയാണോ ഇത് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നു, അതൊക്കെ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന്. ടീച്ചർക്ക് ഇവർ ചെയ്ത പ്രോജക്റ്റ് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ടീച്ചർ പറയണേ, എന്തായാലും പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കാണിക്കാൻ. ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തത് ഹിയയാണ്, അതുകൊണ്ട് തന്നെ അവസാനത്തെ ഫോട്ടോ നല്ല കോമഡിയാക്കി ഇമോജിയൊക്കെ കൊടുത്താണ് അവൻ ചെയ്തിരിക്കുന്നത്. അവരത് കണ്ടിട്ട് പറയണ്, അല്ല ഇവൻ എന്നാണ് ഒരു കാര്യമെങ്കിലും നല്ലതുപോലെ ചെയ്തിരിക്കുന്നതെന്ന്. ഹിയയാണെങ്കിൽ ഇവർ പറയുന്നത് കേട്ടിട്ട് നല്ല ക്യൂട്ടായിട്ട് അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. അടുത്ത സീനിൽ അവരാണെങ്കിൽ ആ സോങ്ങിൻ്റെ പ്രാക്ടീസിനായിട്ട് പറഞ്ഞതുപോലെ വന്നിരിക്കുകയാണ്. അപ്പോൾ ടീറാക്കാണെങ്കിൽ എല്ലാവർക്കും സ്നാക്സ് കൊടുക്കുകയാണ്. ഈ സമയം അവിടെ ഹിയയാണെങ്കിൽ എല്ലാവർക്കും വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ അവനും ടീറാക്ക് സ്നാക്സ് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഹിയ പറയണ്, ഓ നീ സ്നാക്സ് ഒക്കെ കൊണ്ടുവരുമല്ലേ, അതിനും വേണ്ടി ഈ ബേബുണ്ട്
ഒരു പ്രാവശ്യം പോലും നമുക്ക് സ്നാക്സ് ഒന്നും കൊണ്ടു തന്നിട്ടേ ഇല്ലെന്ന്. ഇത് കേൾക്കുന്ന ബേബ് പറയാണ്, നിനക്കത് വേണ്ടെങ്കിൽ നീ അതിങ്ങ് എനിക്ക് തരാം. അങ്ങനെ ഹിയയാണെങ്കിൽ അത് കൊടുക്കൂലെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ റിയോ ആണെങ്കിൽ ടീറാക്കിനോട് ചോദിക്കുന്നു, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാലോ, നീ സ്ക്രിപ്റ്റ് പഠിച്ചായിരുന്നോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, ഞാൻ പഠിച്ചായിരുന്നെന്ന്. അപ്പോൾ ഡോം പറയുന്നു, എന്നാൽ ശരി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ആദ്യത്തെ സീൻ തുടങ്ങുന്നത് നിങ്ങളൊരു ബീച്ച് സൈഡിൽ ഇരിക്കുന്നതായിട്ടാണ്. അതുപോലെ നിങ്ങളിപ്പോൾ കണ്ണടച്ചിട്ട് ഒരുപാട് പക്ഷികൾ അതിലൂടെ പറക്കുന്നതായിട്ടും അതുപോലെ തിരമാലകളുടെ സൗണ്ട് കേൾക്കാൻ കഴിയുന്നതായിട്ടും ഒന്ന് ഇമേജിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം കണ്ണ് തുറന്നതിന് ശേഷം കിസ് ചെയ്യാനും പറയുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ആണെങ്കിൽ കിസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിനർത്ഥം അവർക്ക് രണ്ടുപേർക്കും കംഫർട്ടബിൾ ആണെന്നല്ലേ. അങ്ങനെ അവർ കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ബേബ് കട്ട് പറയുകയാണ്. ബേബിനെ കുറ്റം പറയാക്കില്ല, കാരണം അവളെ ബ്രദറല്ലേ അവനിങ്ങനെ കിസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവളിങ്ങനെയല്ലേ പ്രതികരിക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് ഹിയ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പം കട്ട് പറഞ്ഞെന്ന്. അപ്പോൾ അവൾ പറയണ്, എടാ ഇതെൻ്റെ ബ്രദറല്ലേ, ഞാൻ എങ്ങനെ ഇത് കാണുമെന്ന്. അപ്പോൾ അവൻ പറയണേ, നിനക്ക് ഞാൻ 5 മിനിറ്റ് സമയം തരാം, നീ എങ്ങനെയെങ്കിലും മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യാൻ സമ്മതിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, എടാ ഞാനത് എങ്ങനെയാണ് സമ്മതിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്കറിയണ്ട, 10 മിനിറ്റ് സമയം തരാമെന്ന്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടെ ടീറാക്കാണെങ്കിൽ ഒരുമാതിരി ഇരിക്കുകയാണ്. അപ്പോൾ ഫാ ചോദിക്കുന്നു, ടീറാക്ക് നിനക്ക് എന്ത് പറ്റി, നിനക്ക് വയ്യെന്ന്. അപ്പോൾ ടീറാക്ക് പറയണേ, ഞാൻ നല്ല ടയേർഡാണെന്ന്. ഇത് കേൾക്കുന്ന ബേബാണെങ്കിൽ പെട്ടെന്ന് അവന് പനി ഉണ്ടോ എന്ന് വന്ന് നോക്കുകയാണ്. അപ്പോൾ അവന് പനി തന്നെയാണ്. അപ്പോൾ അവന് വയ്യാത്തത് കൊണ്ട് അവർ തീരുമാനിക്കുന്നു ഇന്നിനി പ്രാക്ടീസ് വേണ്ടെന്ന്. അപ്പോൾ ഫാ അവനോട് ചോദിക്കുന്നു, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കട്ടെ എന്ന്. അപ്പോൾ ഇത് കേട്ടുടനെ ബേബ് പറയുന്നു, അതിൻ്റെ ആവശ്യമില്ല, അവൻ്റെ ചേച്ചിയായ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ അവനെ കൊണ്ടുപോയിക്കോളാന്ന്. അങ്ങനെ വീട്ടിലേക്ക് പോയതിന് ശേഷം ടീറാക്കിന് വയ്യെന്നുള്ള കാര്യം അവൻ്റെ അമ്മയോട് അവൾ പറയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ അവനെ ഒന്ന് കൊഞ്ചിക്കുന്ന സമയത്ത് തന്നെ അവന് പനിയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയം ഇവർ ഈ MVയുടെ ഷൂട്ടിങ്ങിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടും പറയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഈ മഴക്കാലത്ത് തന്നെ നിങ്ങൾക്ക് ഷൂട്ടിങ് ചെയ്യാനായിട്ട് പോകണോ എന്ന്. അപ്പോൾ അവർ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അവരാണെങ്കിൽ ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞ് എങ്ങനെയൊക്കെയോ അവരെ സമ്മതിപ്പിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതൊക്കെ കൊള്ളാം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെയും ശ്രദ്ധിച്ചോളേന്ന്. അച്ഛനും അമ്മയും സമ്മതിച്ചത് കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമാകുന്നു. അപ്പോൾ ടീറാക്ക് പറയുന്നു, ഞാൻ അകത്തേക്ക് കയറി പോകുന്നെന്ന്. ഇത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ ടീറാക്കിന് ഒരു ഉമ്മ കൊടുക്കുകയാണ് നെറ്റിയിൽ. അതിനുശേഷം ടീറാക്കാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. രാത്രി ടീറാക്കിന് ഫാ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.